ഇന്നലെ ഒരു ഉച്ചമുക്കാൽ മുതൽ നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മമ്മൂക്കയ്ക്ക് വൻകുടലിൽ ക്യാൻസർ ആണത്രേ. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരിശോധനയ്ക്കൊക്കെ വിധേയനായിരിക്കുകയാണ്. കുറേ ദിവസങ്ങളായിട്ട് ഛർദിലും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൻകുടലിൽ ചെറിയൊരു വളർച്ച മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. അത് എത്രയും പെട്ടെന്ന് തന്നെ അവരത് സോൾവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊക്കെ നോക്കുന്നു. ഇപ്പോൾ അദ്ദേഹം റെസ്റ്റിലാണ്. ചിലപ്പോൾ അമേരിക്കയിൽ പോയി ചികിത്സയ്ക്ക് വിധേയനാകും എന്നൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ നേരെ മമ്മൂക്കയുടെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കി. അവിടെ പ്രത്യേകിച്ച് അനക്കമൊന്നുമില്ല. അതുപോലെ ദുൽഖർ സൽമാൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നോക്കി, അവിടെയും കാര്യമായ അനക്കങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിൽ ചറപറ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു. ഡോക്ടേഴ്സ് ഉൾപ്പെടെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു മുറിവൈദ്യനുണ്ട്. എൻ്റെ അമ്മയെ വഴിതെറ്റിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മുന്നിലാണ് ഇദ്ദേഹം. ഗ്യാസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വലിയ രോഗാവസ്ഥയെ പ്രതിരോധിക്കാൻ ഈ കാട്ടുപുല്ലും പച്ചക്കിഴങ്ങും ഒക്കെ തിന്നാൽ മതി എന്ന് പറഞ്ഞ് ഉപദേശിച്ച് അമ്മ ഇതെല്ലാം വാരി വലിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. ഓൾറെഡി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളെ ഇതുപോലുള്ള പല കാര്യങ്ങളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മുറിവൈദ്യൻ കുത്തിയിരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മമ്മൂക്കയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് സ്കാനിങ് റിപ്പോർട്ടൊക്കെ കയ്യിലിരിക്കുന്നത് പോലെ ഇദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു യൂട്യൂബറെ എടുത്ത് നോക്കിയപ്പോൾ പുള്ളി മമ്മൂക്കയ്ക്ക് ക്യാൻസർ എന്നുള്ളതാണ് തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ വീഡിയോയ്ക്കകത്ത് അദ്ദേഹം പറയുന്നത് അത് കൺഫേം ഒന്നും ആയിട്ടില്ല. എങ്ങനെ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് പ്രതിരോധിക്കാം, നമുക്ക് ഇത്തരം ക്യാൻസർ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്. ബ്രോ, നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്, വളരെ മികച്ചൊരു ഇനിഷ്യേറ്റീവാണ്. പക്ഷേ നമ്മൾ ഇത്രയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും ഒരു രോഗാവസ്ഥയുണ്ട് എന്ന് ആളുകളെ വിശ്വസിപ്പിക്കുന്ന ഒരു തംബ്നെയിൽ, എല്ലാ തംബ്നെയിലും ആൾക്കാർ ക്ലിക്ക് ചെയ്ത് കയറുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വിശ്വസിപ്പിച്ചിട്ട് എന്തിനാണ് ഈ ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നത്? ചെയ്യുന്ന കാര്യം നല്ലതാണ്, മറ്റേ മാർഗ്ഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറയുന്ന പോലത്തെ എല്ലാ കാര്യത്തിലും നമുക്കതൊന്ന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വാർത്തകളിലൂടെയും ഇത്തരം പല കാര്യങ്ങളിലൂടെയും കടന്നു പോയപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത്, ഒരു രോഗിയുടെ രോഗാവസ്ഥ എന്നത് അയാളുടെ പ്രൈവസിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. അതിപ്പോൾ മമ്മൂട്ടിയല്ല, മോഹൻലാലല്ല, മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ആരും ആയിക്കോട്ടെ, ഞാനോ നീയോ ആയിക്കോട്ടെ, നമ്മുടെ രോഗാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവസിയാണ്. പുറത്തുനിന്ന് ഒരാൾ വന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സ്റ്റേറ്റിന് അറിയാൻ അവകാശമുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. എന്തെങ്കിലും ഒരു കേസോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ, അപ്പോൾ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് എന്ന് സ്റ്റേറ്റിന് അറിയേണ്ടതുണ്ട്, എൻ്റെ സംരക്ഷണം അവർ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അത്തരം ചില സാഹചര്യങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച്, അത് ഏത് രോഗമാണെങ്കിലും എൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച്, ഞാൻ കടന്നു പോയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ അനുവാദമില്ലാതെ ഒരു ഡോക്ടർ പോലും ഒരു ഔട്ട് അല്ലെങ്കിൽ ഒരു ന്യൂസ് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ പുറത്തെവിടെയും പോയിരുന്ന് ചർച്ച ചെയ്യാൻ പാടില്ല. അത് അവരുടെ എത്തിക്സിൽ വരുന്നതാണ്. പലപ്പോഴും പല കണ്ടീഷൻസിലും കഴിയുന്ന ആളുകളുടെ ഹെൽത്ത് കണ്ടീഷൻസ്, ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് വളരെ ഉയരത്തിൽ നിന്ന് താഴെ വീണ് പരിക്കേറ്റ ഒരു MLA യുടെ ആരോഗ്യാവസ്ഥയൊക്കെ അവർ പുറത്തു വന്ന് പറയുമ്പോൾ അതിന് ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ അവരുടെ തന്നെയോ ഒക്കെ ഒരു കൺസെൻറ്റ് ആവശ്യമാണ്. മമ്മൂക്കയ്ക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു അവസ്ഥയിലൂടെ അദ്ദേഹം കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം നമ്മളെ അറിയിക്കും. പ്രത്യേകിച്ച് ഇത്തരം ഒരുപാട് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമാകുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് തീർച്ചയായും അത് നമ്മളെ അറിയിക്കുകയും അതിനോട് അദ്ദേഹം എങ്ങനെ പോരാടുന്നു എന്നുള്ളത് നമുക്കും ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കും പ്രചോദനമാവുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം കൊണ്ടെത്തിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അങ്ങനെ ഒന്നും ആയില്ലെങ്കിലും കാര്യം നമ്മളെ അറിയിക്കും. അത് അദ്ദേഹം അറിയിക്കുന്നത് വരെ, അദ്ദേഹം അത് മറ്റേതെങ്കിലും ഒരു മെഡിക്കൽ പ്രൊഫഷണലിനെ ഏൽപ്പിച്ച് അദ്ദേഹം ഒരു ബൈറ്റ് കൊടുക്കുന്നത് വരെ അത് അദ്ദേഹത്തിൻ്റെ പ്രൈവസിയാണ്. അതിൻ്റെ അകത്ത് കയറി മാന്തരുത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ അടുത്തുള്ള ഏതൊരു ആശുപത്രിയിൽ പോയിട്ട് ഒരു റാൻഡം പേഴ്സണെ കാണിച്ചിട്ട് ഇയാൾ എൻ്റെ അമ്മാവൻ്റെ മോനാണ്, എനിക്ക് ഇയാളുടെ രോഗാവസ്ഥ അറിഞ്ഞാൽ കൊള്ളാമെന്ന് അവിടെ ചെന്ന് ചോദിച്ചു നോക്ക്, പോയി പണി നോക്കാൻ പറയും. ഇനി അങ്ങനെ അല്ല നിങ്ങൾക്ക് അവരത് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് എത്തിക്കലി വളരെ വലിയ തെറ്റാണ്. സോ അതാണ് ഒന്നാമത്തെ കാര്യം. ഒരാളുടെ രോഗാവസ്ഥ അയാളുടെ പ്രൈവസിയാണ്. അയാൾ അത് പുറത്ത് പറയുന്നത് വരെ അതിനെക്കുറിച്ച് അഭ്യൂഹങ്ങൾ ഉണ്ടാക്കുക, അത് പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അയാളുടെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ സംഘടിപ്പിച്ച്, എനിക്ക് മനസ്സിലാകുന്നില്ല ആരാണ് ഇദ്ദേഹത്തിന് മമ്മൂക്കയുടെ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവുകയെന്ന്. എന്തായാലും അതൊക്കെ കിട്ടുക, അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതും അത് കിട്ടി എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും, അതിനകത്ത് ഞാൻ ഈ നിയമത്തിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം വേണം എന്നാണ് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടായ സമയത്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പല പോസ്റ്റുകളും വന്നുകൊണ്ടിരിക്കുക. ചില പോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു സിനിമാ പ്രവർത്തകനാണ്, ഞാൻ മമ്മൂക്കയോടൊപ്പം ഉണ്ടായിരുന്നു എന്ന അവകാശമൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ നടുക്കാണ് മമ്മൂക്കയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള അപ്ഡേറ്റ് പോലെയുള്ള പോസ്റ്റുകളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആൾക്കാർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്ന ഒരു ഷെയറിൽ ഞാൻ ചോദിച്ചപ്പോൾ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് വന്നത്, അയാളൊരു സിനിമാ പ്രവർത്തകനാണെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഈ ഫേക്കോ അല്ലെങ്കിൽ നെഗറ്റീവോ ആയിട്ടുള്ള ഇത്തരം വാർത്തകൾ വരുന്നത്, ഇത് എന്തുകൊണ്ട് സ്പ്രെഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നു എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇതൊക്കെ കിട്ടുന്ന ഉടനെ തന്നെ, ഇത്തരം വാർത്തകളൊക്കെ കിട്ടുന്ന ഉടനെ തന്നെ ഷെയർ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ പൂർവികരാണ്. കാര്യം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇമോഷൻസ്, ഇത് നമ്മുടെ ബ്രെയിനിന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്.
ഇപ്പോൾ ഒരു 10 നല്ല കമൻറ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം, നമ്മളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടുന്നു, 10 നല്ല കമൻറ്റുകൾ വരുമ്പോഴും അതിൽ ഇടയ്ക്കൊരു നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഈ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുമായി അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന നമ്മുടെ ചില ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷൻസ് വളരെ പവർഫുള്ളാണ്. സംശയം, ഭയം, സങ്കടം, ദേഷ്യം, ഈ ഇമോഷൻസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സർവൈവ് ചെയ്യാൻ കൂടി ആവശ്യമായ ഇമോഷൻസ് ആണ്. ഇപ്പോൾ ഭയം എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ പണ്ട് കാട്ടിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇല അനങ്ങുന്നത് കണ്ടാൽ നമുക്കൊരു ചെറിയ ഭയം ഉണ്ടാവണം, നമ്മൾ അതിനെക്കുറിച്ച് ക്യൂരിയസ് ആവണം, നമ്മൾ അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കുകയും ഇനി അവിടെ കുഴപ്പമൊന്നും ഇല്ലയെന്ന് കണ്ടാലും നമ്മളിത് മൈൻഡിൽ വെക്കണം, അവിടെ അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്നുള്ളത്. ഈ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണത്. പക്ഷേ ആ നെഗറ്റിവിറ്റിയെ നമ്മൾ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും കൂടുതൽ സമയം നമ്മുടെ മെമ്മറിയിൽ കൊണ്ടു നടക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ സർവൈവലിൻ്റെ കൂടി ഭാഗമാണ്. സങ്കടം വരുമ്പോഴും അങ്ങനെയാണ്. സങ്കടം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആരെങ്കിലും നമ്മളെ സങ്കടപ്പെടുത്തുമ്പോഴല്ലേ. ആ സങ്കടപ്പെടുത്തിയ കാര്യം എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് മനസ്സിൽ വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു നെഗറ്റീവ് ന്യൂസ് നമ്മൾ കാണുന്നു, ഇപ്പോൾ മമ്മൂക്കയുടെ ഈ ആരോഗ്യാവസ്ഥയെക്കുറിച്ചൊരു ന്യൂസ് നമ്മൾ കാണുന്നു. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആലോചിക്കുന്നത് അദ്ദേഹം ഒരുപാട് ശരീരത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു രോഗാവസ്ഥ വന്നു, അപ്പോൾ എനിക്കും വരുമോ അയ്യോ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ വെച്ചിട്ടുണ്ട്, അയ്യോ അദ്ദേഹത്തിനോ എന്ന് പറയുന്ന ഒരു ആശങ്കയുണ്ട്. ആദ്യം പറഞ്ഞതിൽ ഒരു ത്രെട്ടിൻ്റെ എലമെൻ്റ് ഉണ്ട്, അതായത് എനിക്കും വന്നാലോ എന്ന് പറയുന്ന പോലത്തെ ഒരു ത്രെട്ട് ഉണ്ട്. രണ്ടാമത്തേൽ ഒരു ആശങ്കയുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയെ പെട്ടെന്ന് പിടിച്ചു വെക്കും, കുറേ നേരം അത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുള്ള, വായിച്ച് ചിരിച്ചിട്ട് പോലുമുള്ള നെഗറ്റീവ് വാർത്തകളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എടുത്ത് നോക്കിക്കോളൂ. അല്ലെങ്കിൽ നിങ്ങളെ സങ്കടപ്പെടുത്തിയ, ദേഷ്യപ്പെടുത്തിയ വാർത്തകളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെയൊക്കെ ഇത് കോമൺ ആയിട്ട് സംഭവിക്കുന്നതാണ്. പിന്നെ ഇത് കിട്ടുന്ന ഉടനെ എന്തിന് ഷെയർ ചെയ്യുന്നു എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ, നമ്മൾ കാട്ടിൽ താമസിക്കുന്ന പഴയ ഒരു കാലഘട്ടത്തിൽ ഒരു കാട്ടുതീ ഉണ്ടാകുന്നു എന്നൊരു തോന്നൽ വന്നാൽ നമ്മൾ എല്ലാവരോടും വിളിച്ച് പറയില്ല, അയ്യോ അയ്യോ തീ ഓടിക്കോ. ഈ നെഗറ്റീവ് ഇമോഷൻസിനെ നമുക്കിതുപോലെ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും കൂടുതലാണ്. മാത്രമല്ല ഈ ഫിയർ, ത്രെട്ട്, ആങ്കർ, ഡൗട്ട്, ഇതൊക്കെ വളരെ പെട്ടെന്ന് നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്ത് ഉള്ളിൽ സസ്റ്റെയിൻ ചെയ്ത് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ട്രഡീഷണൽ മീഡിയ ഇതേ കാര്യത്തിന് യൂസ് ചെയ്തിരുന്നത് അവരുടെ പബ്ലിസിറ്റിക്കും അവരുടെ TRPക്കും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ഇതേ കാര്യം സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ നമുക്കിത് സ്പ്രെഡ് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്ന ലൈക്സും ഷെയറും തിരികെ വരുന്ന കമൻസും ഒക്കെ കൂടുതൽ ആളുകളിലേക്ക് എന്ന് പറയുന്ന ഒരു ത്വര ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ നമ്മൾ പാസ് ചെയ്ത് വരുന്ന പല കാര്യങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ക്വിക്കായിട്ടുള്ള ആൻസേഴ്സ് വേണം, ക്വിക്കായിട്ടുള്ള സൊല്യൂഷൻസ് വേണമെന്ന് പറയുന്ന പോലെ പെട്ടെന്ന് ഉത്തരങ്ങൾ വേണം. അങ്ങനെ പെട്ടെന്ന് ഉത്തരങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ ഈ ഫിൽറ്റർ ചെയ്യുന്നത് വളരെയധികം കുറയും. ഇപ്പം മമ്മൂക്കയുടെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഉണ്ടാകുന്ന സമയത്ത് എത്ര പേർ അദ്ദേഹമായിട്ടുള്ള വൃത്തങ്ങളുമായി കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വസിക്കാവുന്ന സോഴ്സിൽ നിന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ആ ഫിൽറ്ററിങ്ങിലേക്കൊന്നും പോകുന്നില്ല, നേരെ അതങ്ങ് വിശ്വസിക്കുകയാണ്. കാര്യം ക്വിക്കായിട്ടുള്ള ഒരു ആൻസർ വരികയാണ്, നമ്മുടെ ബ്രെയിനിന് അധികം പണി കുറവാണ്. ഈ പറഞ്ഞ ഇത്രയും എലമെന്റുകൾ, ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയുടെ ഡിവോഴ്സ് കേസ് വരുന്നു, അത് അവരായി പറഞ്ഞ് അവരിലൂടെ അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന മാധ്യമങ്ങളിലൂടെ വരുന്നതിനൊക്കെ മുമ്പ് ഇത് ഭയങ്കരമായിട്ട് അങ്ങ് സ്പ്രെഡ് ആവും. അവർ ഇത് ക്വിക്കായിട്ട് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് കണക്റ്റഡ് ആണ്. യൂട്യൂബിൽ ഇങ്ങനെ കുറേ വീഡിയോസ് സെർച്ച് ചെയ്ത കൂട്ടത്തിൽ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു സ്റ്റഡി ഇങ്ങനെയാണ്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അത് ഉറപ്പാക്കിയാൽ മതി. ഒരേ രോഗാവസ്ഥയിലുള്ള ഒരു കൂട്ടം ആളുകളെ അവരൊരു റിസർച്ചിന് വേണ്ടി എടുക്കുന്നു. അതിൽ ആദ്യത്തെ വിഭാഗം ആളുകളോട് നമുക്കൊരു സർജറി ഉണ്ട്, അതിന് 70% വിജയസാധ്യതയുണ്ട് എന്നുള്ള കാര്യം അവർ പറഞ്ഞ് മനസ്സിലാക്കി. അതേസമയം ഇപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാരോട് സർജറിക്ക് 30% ഫെയിലിയർ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. രണ്ടിടത്തും ഒരേ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഈ 30% ഫെയിലിയർ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവരിൽ പലരും അതിനോടൊരു നെഗറ്റീവ് വൈബാണ് പ്രകടിപ്പിച്ചത്. മാത്രമല്ല കുറേ നേരത്തിന് ശേഷം ഇവരോട് 70% വിജയസാധ്യത ഉണ്ട് കേട്ടോ എന്ന് പറയാൻ ചെന്നപ്പോൾ അവരത് അംഗീകരിച്ചിട്ടില്ല. അതായത് അവരുടെ ബ്രെയിൻ ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യത്തിനോട് വളരെ ബയസ്ഡായിട്ട്, അത് എല്ലാവർക്കും ഈ കാര്യമുണ്ട്, നമുക്കൊക്കെ ഈ കാര്യമുണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോട് അതിനെ വിശ്വസിക്കാൻ അല്ലെങ്കിൽ ആ ഒരു സൈഡിൽ നിന്ന് കൂടുതൽ ആലോചിക്കാനുള്ള ഒരു ത്വരയുണ്ടാകും നമുക്ക്. അതിൻ്റെ കൂടെ കുറച്ചും കൂടി ഡേഞ്ചർ എന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ചില ഉള്ളിക്കിടക്കുന്ന ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ശരിയായിരിക്കാം തെറ്റായിരിക്കാം, എങ്കിലും കുറേ കാലങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടായിട്ടുള്ള ചില ചിന്തകളൊക്കെ ഉണ്ടാവും. ഇതിനോട് എന്തെങ്കിലും ഒരു സാദൃശ്യം നമ്മൾ ഈ കേൾക്കുന്ന വാർത്തയ്ക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ സാധനം എന്താണെന്ന് തപ്പിപ്പോവില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ സത്യസന്ധത എത്രത്തോളം ഉണ്ടെന്ന് തപ്പിപ്പോവില്ല, നമ്മൾ അതുപോലെ അങ്ങ് വിശ്വസിക്കും. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരൊക്കെ കള്ളന്മാരാണ്, നമ്മുടെയൊക്കെ പൈസ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം കുറേ കാലങ്ങൾ കൊണ്ട് കുറേ സിനിമകൾ കണ്ട് കുറേ ചർച്ചകളിലൂടെ കുറേ വാർത്തകളിലൂടെ ഒക്കെ പല ആളുകളുടെയും ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഓർഗൻ ഡൊണേഷൻ ഒരു വലിയ തട്ടിപ്പാണെന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് വിശ്വസിക്കും. കാര്യം അവരുടെ ഉള്ളിൽ കിടക്കുന്ന വിശ്വാസങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ മാച്ച് ആവുന്നുണ്ട്. ആദ്യം പറഞ്ഞതിനെ നെഗറ്റീവ് ബയസ് എന്നും രണ്ടാമത് പറഞ്ഞതിനെ കൺഫർമേഷൻ ബയസ് എന്നുമാണ് പറയാം. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും ഇൻക്ലൂഡിങ് ടേംസ്
നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി പഠിക്കണം. ഞാൻ പറഞ്ഞതും തൊണ്ട തൊടാതെ വിശ്വസിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തിനാണ് ഇത് ഇത്രയും വലിച്ചു നീട്ടി പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെറ്റായ വ്യക്തമായ സോഴ്സ് ഇല്ലാത്ത വാർത്തകൾ കാണുന്ന സമയത്ത് അത് ഷെയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലുള്ള തംബ്നെയിലും ക്യാപ്ഷൻസും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുന്നത്. സോ ഇനി അത്തരം എന്തെങ്കിലും ഒരു വാർത്ത കാണുന്ന സമയത്ത് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പുള്ളി ഫോഴ്സ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ നിൽക്കട്ടെ, ഞാനിതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അറിഞ്ഞിട്ട് ഇത് ഫോർവേഡ് ചെയ്യുന്നുള്ളൂ എന്നൊരു തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു വട്ടം ഫോർവേഡ് ചെയ്യുമ്പോൾ ഒരു 200 പേരുള്ള ഒരു ഗ്രൂപ്പിലേക്കാണ് ഫോർവേഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അതിൽ 10%, 20 പേരത് വിശ്വസിച്ചു എന്ന് വിചാരിക്കും. ആ 20 പേരത് ഷെയർ ചെയ്യാൻ പോകുന്നത് 20 40 ഗ്രൂപ്പുകളിലേക്കായിരിക്കും. ഫേക്ക് ആയിട്ടുള്ളൊരു വാർത്ത, അതും ഒരാളുടെ സ്വകാര്യതയിലേക്ക് അയാളുടെ അനുവാദമില്ലാതെയുള്ള കടന്നുകയറ്റമാവുന്ന ഇത്തരം ഒരു വാർത്ത കാട്ടുതീ പോലെ പടരാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു അനുവാദം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ കാട്ടുതീയിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷം. ആൻഡ് മമ്മൂക്കയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ഒഫീഷ്യലി അവരുടെ ഭാഗത്തു നിന്ന് തന്നെ അറിയിപ്പുകൾ വരട്ടെ, എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചാൽ പോരെ. അദ്ദേഹത്തിന് മാത്രമല്ല എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങളൊക്കെ നേർന്നുകൊണ്ട് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ മാത്രം പരിഗണിക്കുക.